ഇന്നലെ നമ്മൾ ഓയിലി സ്കിന്നിന് വേണ്ട പ്രൊഡക്ട്സിന്റെ കാര്യം പറഞ്ഞല്ലേ. ഇന്ന് നമുക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ കാര്യം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസർ ആണ്. ക്ലെൻസർ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കുക. ഫോമിംഗ് ടൈപ്പുള്ള ക്ലെൻസർ തിരഞ്ഞെടുക്കാതിരിക്കുക. സിറമേറ്റ്സോ ഹൈലറോണിക് ആസിഡോ അടങ്ങിയിട്ടുള്ള ക്ലെൻസർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ക്ലെൻസർ ആയിട്ട് സിറാവി ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറോ ഡോട്ട്&കി റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷോ യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ ആണ്. ടോണർ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും മോയ്സ്ചർ റിച്ച് ആയിട്ടുള്ള ടോണർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. ടോണർ ആയിട്ട് ഡോട്ട്&കി ഹൈഡ്രേറ്റിംഗ് ടോണർ, ടോണി മോളി വണ്ടർ ടോണർ യൂസ് ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സിറം ആണ്. സിറം തിരഞ്ഞെടുക്കുമ്പോൾ ഹൈലറോണിക് ആസിഡോ വിറ്റമിൻ ഇയോ അടങ്ങിയിട്ടുള്ള സിറം തിരഞ്ഞെടുക്കുക. സിറമായിട്ട് സെറ്റാഫിൽ ഒപ്റ്റിമൽ സിറമോ മിനിമലിസ്റ്റ് 2% ഹൈലറോണിക് ആസിഡ് സിറമോ യൂസ് ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാം. മോയ്സ്ചറൈസർ ആയി ഡോട്ട്&കി ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറോ സെറ്റാഫിൽ അഡ്വാൻസ് അൾട്രാ മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാം. സ്റ്റെപ്പ് 5 സൺസ്ക്രീൻ. സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. അപ്പൊ നിങ്ങൾ പുറത്ത് പോകുന്നില്ലെങ്കിലും സൺസ്ക്രീൻ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. സൺസ്ക്രീൻ ആയിട്ട് ഡെർമാക്കോ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീനോ അക്കോളജിക്ക റേഡിയന്റ് സൺസ്ക്രീനോ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സോഫ്റ്റ് ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ കിട്ടും.